കാമാക്ഷി മീനാക്ഷി കാശി വിശാലാക്ഷി ജഗദംബ ശാലിനി. ദിവ്യ സയ്യരാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. മാഡം, ഇത് ആദ്യമായിട്ടല്ല ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ പൊങ്കാലിടുന്നതെന്ന് അറിയാം, കാരണം തലസ്ഥാനവാസി കൂടിയാണ്. ഇത്തവണ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളോ പ്രാർത്ഥനകളോ ഉണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ പ്രത്യേക ആവശ്യങ്ങളും നിവേദനങ്ങളും ഒന്നും നൽകാറില്ല. എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും നിറയെ സ്നേഹവും നൽകണം എന്നുള്ളത് മാത്രമാണ് ഇന്നും പ്രാർത്ഥന. ഇന്നും അത് തന്നെയാണ്. ആദ്യമായി എത്രാമത്തെ വയസ്സിലാണ് പൊങ്കാല ഇടുന്നത്? എനിക്കോട് എൻ്റെ മോന്റെ പ്രായത്തിലൊക്കെ ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് പൊങ്കാലയ്ക്ക് പോകുന്നത്. അന്ന് ഇതുപോലെ വീട്ടിന്റെ മുറ്റത്തിടാനുള്ള ഒരു സൗകര്യം ആയിട്ടില്ല. കാരണം അന്ന് കുറച്ചുകൂടെ നമ്മൾ അമ്പലത്തിന്റെ ചുറ്റുള്ള പ്രദേശങ്ങളിൽ മാത്രമായിരുന്നല്ലോ ഇട്ടിരുന്നത്. ഇപ്പോഴാണ് ഈ ജനലക്ഷങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പൊങ്കാല ഇത്രയും വിപുലമായി എല്ലാവർക്കും. ശരിക്കും തിരുവനന്തപുരം നഗരം മൊത്തം ഇപ്പൊ ഒരു പൊങ്കാല പ്രൊഫൈലാണല്ലോ. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു അമ്പലത്തിന്റെ അടുത്തേക്കൊക്കെയാണ് കൂടുതൽ ഞങ്ങൾ ഇട്ടിരുന്നത്. ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെയുള്ള പ്രായത്താണ് എൻ്റെ ഓർമ്മയിലുള്ള. അതിനു മുമ്പ് ചിലപ്പോൾ അമ്മ കൊണ്ടുപോയി കാണും. പക്ഷെ എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ പൊങ്കാല 6 വയസ്സ് 7 വയസ്സൊക്കെയുള്ള പ്രായത്തിലാണ്. പൊങ്കാല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? പൊങ്കാല ഓർമ്മകൾ എപ്പോഴും പുതിയ ആളുകളെ കാണുന്നതും പരിചയപ്പെടുന്നതും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിറവ് വേറെയാണ് പൊങ്കാലയ്ക്ക്. അപ്പൊ എപ്പോഴും പിന്നെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ജപിക്കുക. ഇപ്പോൾ സഹസ്രനാമം ചൊല്ലുക, അല്ലെങ്കിൽ മഹിഷാസുരമർദ്ദിനി ചൊല്ലുക, അതോ അല്ലെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് പാട്ട് പാടുക. കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു പൊങ്കാല സമയത്ത് പിന്നെ എല്ലാവർക്കും ഈ ജ്യൂസും മോരും വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് ഓടുന്നതാണ് രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഞങ്ങള് ഇവിടെ ആണെങ്കിലും തന്നെ കുട്ടികളെല്ലാരും കൂടെ ചേർന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ചെറിയ ബാലവേദി പോലെയൊക്കെ ഞങ്ങൾ തന്നെ ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അപ്പൊ ആ സമയത്ത് ആളുകൾക്ക് എന്തൊക്കെയാണോ ആവശ്യം, വെള്ളം ചിലപ്പോൾ ചൂടുവെള്ളമായിരിക്കും, ചിലപ്പോൾ ജ്യൂസായിരിക്കും, എന്താണോ ആ വർഷത്തെ പ്രത്യേകത അത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ ഓരോ വീടുകളിൽ അതിന് വേണ്ടിയിട്ട് കയറുക. അപ്പൊ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്നുള്ളത്. പൊങ്കാലയ്ക്കും തീർച്ചയായിട്ടും എല്ലാവരെയും കാണുക, ആളുകളെ കാണുക എന്നുള്ളതാണ് കുട്ടിക്കാലത്ത് ഏറ്റവും വലിയൊരു ത്രില്ലായിട്ട് കാണുക. ആറ്റുകാൽ പൊങ്കാല ദിവസമാണ്. അപ്പോൾ പ്രേക്ഷകർ ദിവ്യ അയ്യർ ചേരുമ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഒരു പൊങ്കാല പാട്ടിന് വേണ്ടി തന്നെയായിരിക്കും. അപ്പോൾ അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, ഇതുപോലെ തന്നെ പൊങ്കാല സമയത്താണ് ഞങ്ങളുടെ ഇവിടെ അമ്പലത്തില് ഉത്സവവും വരാറുള്ളത്. അപ്പോൾ ഉത്സവത്തിന് ഭജന ഞങ്ങള് കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് എപ്പോഴും പാടുമായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു രസമായിട്ടുള്ള ഒരു പാട്ടാ. കാമാക്ഷി മീനാക്ഷി കാശി വിശാലാക്ഷി ജഗദംബ ശാലിനി ലക്ഷ്മി ഗൗരി ഭുവനേശ്വരി രാജരാജേശ്വരി ജഗദീശ്വരി പരമേശ്വരി ആദിപരാശക്തി അഖിലാണ്ടേശ്വരി ആദിപരാശക്തി അഖിലാണ്ടേശ്വരി. എന്തായാലും നല്ലൊരു പൊങ്കാല പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുകൂടി നമ്മുടെ 24 കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുകൂടി മാഡത്തിന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും സുരക്ഷിതരായി ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുക, പൊങ്കാല ഐശ്വര്യത്തിൽ പങ്കുചേരുക എന്ന് മാത്രം ആശിക്കുന്നു. രഞ്ജിത്തിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.